നമ്മുടെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നെക്ക് പെയിൻ. നെക്ക് പെയിൻ സാധാരണഗതിയിൽ കൂടുതലായിട്ട് വരുന്നത് എക്സസീവ് ആയിട്ടുള്ള നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ മടിയിൽ അധികം നേരം ലാപ്ടോപ്പ് വയ്ക്കുന്നത് കൊണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ അധികം നേരം വായിക്കുന്നത് കൊണ്ടൊക്കെയാണ് നെക്ക് പെയിൻ വരുന്നത്. ഇതെല്ലാം ഈ നെക്ക് പെയിൻ വരാനുള്ളൊരു റീസൺ മാത്രമാണ്. സോ അതിൻ്റെ എല്ലാം കറക്ഷൻ എന്ന് പറയുന്നത്, ഈ പെയിൻ എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്ചർ കറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. പോസ്ചർ കറക്ഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ന്യൂട്രൽ പൊസിഷൻ നമ്മൾ അറിയണം. സൈൻസ് ആൻഡ് സിംറ്റം ഓഫ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം. ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് സാധാരണ വരുന്ന പെയിനുള്ള ഏരിയാസ് ആണ് സോർനെസ് ഓഫ് ദ നെക്ക്, ടൈറ്റ്നെസ് ആൻഡ് സ്റ്റിഫ്നെസ് അക്രോസ് ദ ഷോൾഡർ. ദെൻ നമ്മുടെ ഹെഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 5 kg ആണ്. ഒരു നോർമൽ അഡൽട്ടിൻ്റെ ഹെഡിൻ്റെ വെയിറ്റ് 5 kg അല്ലെങ്കിൽ 11 IBS ആണ്. സോ അത്രയും നേരം ഒരു പേഷ്യൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് എക്സസീവ് ആയിട്ടുള്ളൊരു ഫോർവേഡ് ഫ്ലെക്ഷൻ വരുമ്പോൾ പേഷ്യൻറ്റിന് ക്രോണിക് ഹെഡേക്ക് ഉണ്ടാവുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻ്റ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പേഷ്യൻ്റെ പോസ്ചർ ചേഞ്ചസ് വരുന്ന തൊറാസിക് ഏരിയയിലാണ്. സോ പോസ്ചർ കറക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പർ ബോഡി പോസ്ചർ കറക്ഷൻ, ലൈക്ക് ഇത്രയും ഏരിയയിൽ പോസ്ചർ കറക്ഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ടൈം റീഹാബിലിറ്റേഷൻ എക്സസൈസസ് ആൻഡ് സ്ട്രെച്ചസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ചിൻ ടക്ക് എക്സസൈസസ്. സോ ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇരിക്കുന്നത് റോങ് പോസ്റ്ററിലാണ്. കറക്റ്റ് നെക്കിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത് നെക്ക് ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ ചിന്ന് ടക്കിൻ ചെയ്യുക. ദെൻ 2 ഇയറും ഷോൾഡർ ലെവലിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ ഇൻസൈഡ് ചിൻ ടക്കിങ് 10 സെക്കൻഡ് ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10. Then relax. This exercises we can do 10 second hold and 5 times repeat. Second exercise, active neck rotation. നെക്ക് ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്ക് ബോത്ത് സൈഡ്സും റൊട്ടേറ്റ് ചെയ്യുക. ദെൻ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ. തേർഡ് എക്സസൈസസ് നെക്ക് ഫ്ലെക്ഷൻ. ദെൻ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർത്ത് എക്സസൈസസ് നെക്ക് എക്സ്റ്റൻഷൻ എക്സസൈസ്. ദെൻ നെക്ക് ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 3 എക്സസൈസും 10 ടൈം റിപ്പീറ്റ് ചെയ്യുക. ഫിഫ്ത്ത് എക്സസൈസസ് ഐസോമെട്രിക് നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ്. പേഷ്യൻറ്റിനോട് നെക്ക് ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുക. കൈ ഇയറിൻ്റെ മേലെ വയ്ക്കുക. ദെൻ പേഷ്യൻറ്റിനോട് ഹെഡ് കൈയിലേക്ക് പ്രസ് ചെയ്യാനും കൈ ഹെഡിലേക്കും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സെയിം എക്സസൈസസ് വി ഹാവ് ടു ഡു ദ ഓപ്പോസിറ്റ് സൈഡ് ഓൾസോ. നെക്സ്റ്റ് വൺ, പ്ലേസ് യുവർ ഹാൻഡ്സ്. കൈ ബാക്കിൽ പിടിക്കുക. ദെൻ ഹെഡ് ബാക്കിലേക്ക് പുഷ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ചിൻ ടക്കിൻ ചെയ്യുക. ഹോൾഡ് 10 സെക്കൻഡ്. സെയിം ഓപ്പോസിറ്റ് സൈഡ്. ഹെഡ് ന്യൂട്രൽ പൊസിഷൻ. ദെൻ പ്രസ് ഡൗൺ. പ്രസ്. ലാസ്റ്റ് വൺ നെക്ക് സ്ട്രെച്ചസ് ആണ്. പേഷ്യൻറ്റിനോട് കയ്യിൽ ഇരിക്കാൻ പറയുക. ദെൻ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നെക്ക് ഫ്ലെക്ഷൻ ചെയ്യുക. കൈ ചെവിയുടെ മേലെ കൊണ്ടുവരിക. ദെൻ സ്ട്രെച്ച് ചെയ്യുക. പേഷ്യൻറ്റിന് ഈ ഒരു ഭാഗത്തായിരിക്കും സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത്. ദെൻ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ദെൻ ഈ സെയിം എക്സസൈസ് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 1 സൈഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം ഓപ്പോസിറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഹൗ ടു പ്രിവെൻറ്റ് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം. അവോയ്ഡ് ലുക്കിംഗ് ഡൗൺ ഫോർ ആൻ എക്സ്റ്റൻഡ് പീരിയഡ് ഓഫ് ടൈം. ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക. വെൻ യു ആർ യൂസിങ് ഫോൺ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുകയാണെങ്കിലും ഫ്രീക്വൻറ്റ് ബ്രേക്ക് എടുക്കാൻ നോക്കുക. ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഐ ലെവലിൽ ഹോൾഡ് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാൻ നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ആർസിയ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുക.